ഹായ് ഫ്രണ്ട്സ്, ഫുഡ് ബുക്ക് കേരള ചാപ്റ്ററിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് കണ്ടോ, ഇച്ചിരി പനീറ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക കേട്ടോ. ഇതുകൊണ്ട് അടിപൊളി ഒരു റെസിപ്പിയാണ് പനീർ ബട്ടർ മസാല. ഇതിന് മുമ്പേ ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷേ അതിലും കുറച്ചും കൂടെ വെറൈറ്റി ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കണ്ടു നോക്കിയാലോ. അപ്പോൾ 250 ഗ്രാമിൻ്റെ ഒരു പനീറിൻ്റെ പാക്കറ്റാണ് എടുത്തത്. ഇത് ക്യൂബായിട്ട് കട്ട് ചെയ്തൊന്നുമല്ല, ഇത് മുഴുവനായിട്ട് തന്നെ ഇങ്ങനെ ഒരു ബാർ പോലെ ഇരിക്കുന്നതാണ്. ഇത് കണ്ടോ, ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അത് നമുക്ക് കട്ട് ചെയ്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്യാം, ക്യൂബായിട്ട് തന്നെ കട്ട് ചെയ്യാം കേട്ടോ. ഈ ബാർ പോലെ ഇരിക്കുന്നതായതുകൊണ്ട് നമ്മുടെ ആവശ്യാനുസരണം നമുക്ക് കട്ട് ചെയ്തെടുക്കാം. എത്രയാണ് നമുക്ക് വേണ്ടത് അത്രയ്ക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിങ്ങനെ ചെറിയ ക്യൂബായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് കണ്ടോ, നല്ല ക്യൂബായിട്ട് ഞാനിത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നേരെ കട്ട് ചെയ്തു, അത് കഴിഞ്ഞ് നമുക്ക് ക്യൂബായിട്ട് ചരിച്ചും കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഇതേപോലെ ഞാൻ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഇത് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്തെടുക്കാം. ഞാൻ 2 പാക്കറ്റാണ് വാങ്ങിയത്, 500 ഗ്രാമുണ്ട്. അപ്പോൾ ഇത് 2 പാക്കറ്റും ഇതേപോലെ ഞാൻ കട്ട് ചെയ്യുവാണ്. അപ്പോൾ ഇത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനുള്ള കറിയായിട്ടാണ് ഉണ്ടാക്കുന്നത്. ചപ്പാത്തിയാണ് ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ്, അതിനുകൊണ്ട് വേണ്ടിയുള്ള കറിയാണ്. അപ്പോൾ ഞാനൊരു കടായി അടുപ്പത്ത് വെച്ചു. അതിലേക്ക് ഞാൻ കുറച്ച് ഒരു 10 ഗ്രാമോളം ബട്ടർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബട്ടർ ചേർത്ത് കൊടുത്ത് ഒരു സവാള കുഞ്ഞായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തു. അപ്പോൾ ഞാൻ നമ്മുടെ കടായി ഒന്ന് മാറ്റിയിട്ടുണ്ട്, വേറൊരു ഫ്രൈ പാനിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഒരു പച്ചമുളകും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. പട്ടയും ഗ്രാമ്പും നേരത്തെ ചേർക്കണമായിരുന്നു കേട്ടോ. ഇച്ചിരി ചേർത്താൽ മതി, ഞാനത് ചേർക്കാൻ മറന്നുപോയി, പിന്നെയാണ് ചേർത്തത്. പിന്നെ ഞാൻ കാശ്മീരി മുളക് പൊടിയും സാദാ മുളക് പൊടിയും കുറച്ച് ചേർക്കുന്നുണ്ട് കേട്ടോ. 1 ടേബിൾ സ്പൂൺ വീതം ചേർക്കുന്നുണ്ട്, 2 കേട്ടോ. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇതുണ്ടോ, ഇളക്കി നന്നായിട്ട് എല്ലാം ഒന്ന് നമ്മുടെ സവാളക്കകത്തൊക്കെ ഒന്ന് പിടിച്ച് വരണം കേട്ടോ. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റാം മക്കളെ. നന്നായിട്ട് ഇളക്കാം. ഇളക്കിയതിന് ശേഷം നമുക്കതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഗരം മസാലപ്പൊടി നമ്മൾ പൊടിച്ച് വെച്ച പൊടിയാണ് കേട്ടോ. അതും കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഒന്ന് ഇളക്കേണ്ടതായിട്ടുണ്ട്. അതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ. ഞാനൊരു ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇളക്കി ഇങ്ങനെ ഇരിക്കാം. ഇളക്കി കഴിഞ്ഞിട്ട് ഞാനുണ്ടല്ലോ വലിയൊരു തക്കാളി എടുത്ത് ഇതേപോലെ മിക്സിയുടെ ജാറിലങ്ങ് അരച്ചിട്ട് ആ തക്കാളി പേസ്റ്റ് അങ്ങ് ചേർത്ത് കൊടുക്കുവാണ്. തക്കാളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുന്നതിൻ്റെ കൂടെ ആ മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തു. എന്നിട്ട് വീണ്ടും ഇളക്കാം. നന്നായിട്ട് ഇളക്കി ഒന്ന് കൂട്ടി യോജിപ്പിക്കാം. അതിൻ്റെ കൂടെ ഞാൻ ഇച്ചിരി കസൂരി മേത്തിയും കൂടെ ചേർക്കുവാണേ. കസൂരി മേത്തി ചേർക്കുമ്പോഴേ കൈക്കകത്തിട്ടിട്ട് നന്നായിട്ട് തിരുമ്മി ചേർക്കണം. എന്നാലേ കസൂരി മേത്തിയുടെ മണമൊക്കെ നന്നായിട്ട് വരുള്ളൂ കേട്ടോ. അപ്പം ഞാൻ വേറൊരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഞാൻ കുറച്ച് ബട്ടർ ഇട്ടിട്ട് പിന്നെ നമ്മുടെ പനീറൊന്ന് പൊരിച്ചെടുക്കുവാണ് കേട്ടോ. ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുവാണേ. അപ്പോൾ അത് കണ്ടോ, പനീറെല്ലാം ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വെച്ച് കൊടുത്തതിന് ശേഷം അതിനകത്തോട്ട് ഞാൻ ഇച്ചിരി മുളക് പൊടി ചേർക്കുവാണ്, കാശ്മീരി മുളക് പൊടി, നല്ലൊരു കളറിന് വേണ്ടിയിട്ടൊക്കെയാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് തിരിച്ച് മറിച്ച് വിട്ടിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാൻ ഇതിനകത്ത് ഇപ്പോൾ കുറച്ചേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ, പക്ഷേ ഇത് ഫ്രൈ പാനിൽ സ്ഥലമുള്ളതുകൊണ്ട് ബാക്കി കംപ്ലീറ്റ് ഞാനങ്ങ് ചേർത്ത് കൊടുക്കുവാണ്. അപ്പോൾ നന്നായിട്ടെല്ലാം കംപ്ലീറ്റ് ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും നമുക്ക് നന്നായിട്ട് ഇളക്കാം. ഇത് കണ്ടോ, ഞാൻ എല്ലാം തന്നെ അതിനകത്തോട്ടങ്ങ് ചേർത്ത് കൊടുക്കുക. പിന്നെ രണ്ടാമതൊരു പണിക്ക് വേണ്ടി നിൽക്കണ്ടല്ലോ. അപ്പോൾ ഞാനത് ഒന്നിച്ചങ്ങ് ചേർത്ത് കൊടുത്തു കേട്ടോ. പിന്നല്ല, എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. ഒത്തിരി ഒന്നും കരിഞ്ഞു പോകണ്ട കേട്ടോ. കരിഞ്ഞു പോകാതെ നമുക്കൊന്ന് ഫ്രൈ ആയിട്ട് ഇളക്കിയെടുക്കാം. ഇതുണ്ടോ, ഇതേപോലെ മതി കേട്ടോ. അതങ്ങോട്ട് നമുക്ക് അങ്ങോട്ട് മാറ്റി വെച്ചേക്കാം കേട്ടോ. പിന്നെ നമ്മുടെ ഗ്രേവി എന്തായി നോക്കിയാലോ. ഗ്രേവി ഇതേപോലെ ഇവിടെ ഇരിക്കുക കേട്ടോ. അത് അടച്ച് വെച്ച് ഒന്നൊന്ന് ചൂടാക്കി എടുക്കാം. നന്നായിട്ടൊന്ന് ചൂടാക്കി വരുമ്പോൾ
അതിലേക്ക് ഞാൻ ഒരു പിടി തേങ്ങായും ഒരു 5-8 കശുവണ്ടിയും കൂടെ വെള്ളത്തിലിട്ട് കുതിർത്തതും ഒരു പിടി തേങ്ങായും കൂടെ നന്നായിട്ട് ഫൈനായിട്ട് അങ്ങ് അരച്ചിട്ട് ഞാൻ ഈ നമ്മുടെ ഗ്രേവിക്കകത്തോട്ട് അങ്ങ് ചേർത്ത് കൊടുക്കുവാണ്. അത് കണ്ടോ, ചേർത്ത് കൊടുത്ത് നമുക്ക് കുറച്ച് മിക്സി കഴുകി ഒരു ഇച്ചിരി വെള്ളം കൂടെ അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ. മിക്സി കഴുകി കുറച്ച് വെള്ളം കൂടെ ഇത് കണ്ടോ, മിക്സിയും കൂടെ കഴുകി ഞാൻ കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് ഇളക്കാം. നന്നായിട്ട് ഇളക്കി നമ്മുടെ ഗ്രേവിയെല്ലാം നല്ല സെറ്റായിട്ട് വരണം കേട്ടോ. കണ്ടോ, ഇളക്കി കഴിഞ്ഞ് ഗ്രേവിയെല്ലാം നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്, തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന പനീർ അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പം കണ്ടില്ല, അടിപൊളിയല്ലേ കാണാൻ, നല്ല രസമായിട്ടാണ്, കഴിക്കാനും നല്ല സോഫ്റ്റാണ് കേട്ടോ. അപ്പോൾ ഒരു ഇച്ചിരി ഉപ്പും കൂടെ വേണമായിരുന്നു, ഞാൻ ഇച്ചിരി ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടങ്ങ് തിളച്ച് വരട്ടെ. ഇച്ചിരിയും കൂടെ ചാറൊന്ന് കുറുകി വരണം കേട്ടോ. അപ്പോൾ നിങ്ങളൊക്കെ എങ്ങനെയാണ് പനീർ ബട്ടർ മസാല തയ്യാറാക്കുന്നതെന്നൊന്ന് കമൻറ്റിലൂടെ എന്നെ ഒന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, കണ്ട നല്ല അടിപൊളി പനീർ ബട്ടർ മസാലയാണ്. ഇത് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാൻ സൂപ്പറാണ് കേട്ടോ. ഇതിനകത്ത് പനീർ തന്നെ എടുത്ത് കഴിക്കാനൊക്കെ ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, ഇത്രയേ ഉള്ളൂ, അടിപൊളി ടേസ്റ്റാണ്. വേണമെങ്കിൽ ഇതിനകത്തോട്ട് ഇച്ചിരി പഞ്ചസാരയൊക്കെ ചേർക്കാം കേട്ടോ, ശകലം. ഞാൻ ഒരിച്ചിരി മല്ലിയില ചേർക്കുന്നുണ്ട്, പഞ്ചസാര ഞാൻ ചേർക്കുന്നില്ല കേട്ടോ. വേണമെങ്കിൽ ഇച്ചിരി കസ്തൂരി മേത്തിയും കൂടെ നമുക്ക് കൈക്കകത്തൊന്ന് ഞെരടി ഇട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഇത്രയും തന്നെ ചേർത്ത് കൊടുക്കുന്നുള്ളേ. അപ്പോൾ വേറൊരു ബൗളിലേക്ക് ഞാനത് മാറ്റി കൊടുത്തിട്ടുണ്ട്. അടിപൊളി കറിയാണ്, കാണാനും നല്ല ഭംഗിയാണ്, കഴിക്കാൻ അത്തിലും സൂപ്പറാണ് കേട്ടോ. നല്ല ടേസ്റ്റായിരുന്നേ. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ അടുത്ത ഞാൻ വീഡിയോ ആയിട്ട് വരും. താങ്ക് യു.